പ്രേക്ഷകന് തിയേറ്ററിൽ ഒരു സെക്കൻഡ് ഒരു ആക്ഷൻ സീൻ കണ്ടാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നായക്കുട്ടിയായിട്ട് ഇന്റിമസി സീൻ ഒന്ന് കണ്ടാൽ മതി. പക്ഷെ ഇതിനു വേണ്ടി ഈ അഭിനേതാക്കൾ എടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിരുന്നാലും ആക്ഷൻ എടുക്കുന്ന സംഭവം, അതില് അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തു ചെയ്യുന്നതിൽ രണ്ടുപേർക്കും താല്പര്യമാണോ? എനിക്കിപ്പം പെറ്റെന്ന് പറയുന്നത് ഇതിലിപ്പോൾ ഒരു ബീഗിളാണുള്ളത്, എനിക്കിഷ്ടമാണ്. എനിക്കില്ല പേഴ്സണലി പെറ്റില്ല, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാം ഇത് മൊത്തത്തിൽ ഭയങ്കര നല്ലൊരു ടീം എഫേർട്ടാണ് രുദ്രം എന്ന് പറയുന്നത് തന്നെ. ഓരോ ഡിപ്പാർട്ട്മെന്റും ഭയങ്കര എഫേർട്ട് എടുത്ത് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ്. അപ്പം ഈ പെറ്റ്സ് വരുമ്പോഴും അവരുടെ ട്രെയിനേഴ്സും ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മളും ആ പെറ്റിനെ കംഫർട്ടബിൾ ആക്കണം. അപ്പം അതിൻ്റെതായിട്ടുള്ള ബ്രേക്ക്, ഇപ്പം ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു 50ഓളം ദിവസം ഷൂട്ട് പോകാനുള്ള കുറേ കാരണങ്ങൾ തന്നെ അതാണ്. നമ്മളൊരിക്കലും ഓവർ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ആരും എന്ന് വെച്ചാൽ സ്പെഷ്യലി പെറ്റ്സിനെ നമുക്ക് ഓവർ സ്ട്രെയിൻ ചെയ്യാൻ ഒരു താല്പര്യമില്ല. അപ്പം ആ ബ്രേക്കുകളും എല്ലാം എടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും എല്ലാം ഒരുമിച്ച് കൊറിയോഗ്രാഫി ചെയ്യുന്നത് സ്റ്റണ്ട് മാസ്റ്ററും ഡയറക്ടറും നമ്മൾ രണ്ടുപേരും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് റിഹേഴ്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യണം. പക്ഷെ ഭയങ്കര നമുക്ക് എത്രത്തോളം ഇതിന് ആ ഒരു നമ്മൾ ആ ഫിസിക്കൽ മെന്റൽ ആ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട്, അത്രത്തോളം രസകരമായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു ഷൂട്ട് ചെയ്യാനും. ഭയങ്കര രസമായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് പോയത്. സാറിനും ഇതേ അഭിപ്രായം തന്നെയാണോ? അത്രയും ഈ ഒരു ആക്ഷൻ സീക്വൻസുകൾ പെട്ടെന്ന് ഒരു പ്രത്യേകിച്ച് നടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും പാടെടുത്ത് 2-3 ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന സാധനം ഒരു 30 സെക്കൻഡിൽ വന്ന് തീർന്നു പോയെന്നുള്ളത്. അപ്പൊ അതിനൊരു വേർതിരിവുണ്ടോ? മറ്റേ റോളുകളാണ് അഭിനയിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ ആക്ഷൻ സീനുകൾ കുറയ്ക്കണം? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഐ തിങ്ക് എനിത്തിങ് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഫിലിം വി നീഡ് ടു ഡു ആസ് അവർ ജോബ്. ഇതില് ഞാൻ ആക്ഷൻ സീൻ വളരെ ഇഷ്ടപ്പെടും. അതെന്താ വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഇപ്പോ ടർബോയിൽ ചെയ്തു, ടോബിൽ ചെയ്തു, പിന്നെ ഇവിടത്തെ ചെയ്തു. അപ്പോൾ അത് ഒരു പുതിയത്. ഐ തിങ്ക് ബിക്കോസ് വി ക്യാൻ ലേൺ many things in cinema. I am a filmmaker. Apo I don't tell like it is very physically straining, I don't want to do action. I cannot decide that. Adu a script la action undu, action integral part aanu. But I cheyu pinne pets I like pets. I love pets, like whenever they are around I like I don't even want to shoot. ഇതിലും ഒരുപാട് പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ്. If there is a beagle in the set, like I had been playing with okay, ready sir, ready sir. അപ്പോൾ ഒരു നല്ല അവർക്ക് പാവം ഒരു വേദന പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് സ്ട്രെസ് ആവും, അവർക്ക് അറിയില്ലല്ലോ ലൈറ്റ് എന്നാ. പക്ഷെ അത്ര ഈ പടത്തിൽ അത്ര കെയർ എടുത്തിട്ട് ആ ബ്രേക്കെല്ലാം കൊടുത്തിട്ട് ഇല്ലെങ്കിൽ സഫോക്കേഷൻ ആവും. If it is an indoor, we need to take the pet out, and I will be fighting like no, we need to take the pet out. ഞാൻ പെറ്റ് കെയർ എല്ലാവരും മാറി മാറിയൊക്കെ നടത്തിക്കാനൊക്കെ കൊണ്ടുപോകും. ഓക്കെ, ഇതില് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് രാജ് സാറിനെ ഫോളോ ചെയ്യുന്ന ഒരുവിധം ഫിലിം ലവേഴ്സ് ഉണ്ട്. അവര് സാറിന്റെ ഇന്റർവ്യൂ കാണാറുണ്ട്, സാർ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ എന്നോടായിരുന്നാലും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആരോടായിരുന്നാലും എപ്പോഴും കിട്ടുന്നതാണ് ഇവരോടൊരു ചാൻസ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാമോ? ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ, അവിടെ ഇന്ന ആൾ അഭിനയിക്കുന്നുണ്ട്, ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു സിനിമയിൽ അഭിനേതാവായി എത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവര് എന്താണ് സാർ ചെയ്യേണ്ടത്? സാറിന്റെ ഒരു ഉപദേശത്തിൽ അവരെന്താണ് ഏറ്റവും കൂടുതൽ അവർ ചെയ്യേണ്ടത്? രണ്ട് ഇത് വേണം, ഒരു ക്യൂരിയോസിറ്റി പിന്നെ ഒബ്സർവേഷൻ. അത് ആക്ച്വലി ഈവൻ ഇഫ് സംബഡി ഈസ് നോട്ട് ആൻ ആക്ടർ, he can become an actor if he has these two elements, curiosity പിന്നെ observation. നോർമലി ആൾക്കാരുടെ കാണുമ്പോൾ ഒരു സ്നേഹം വേണം. അവരെന്തിനാ അങ്ങനെ? why is he standing like that? Whenever a person walks, it is not his body walking, it is his mind and body walking. ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആള് അവൻ്റെ വാക്കിംഗ് വേറെയാണ്. അതെങ്ങനെ ബോഡിക്ക് അറിയാവും കോൺഫിഡൻറ്റ്? സോ ബിക്കോസ് ഓഫ് ദ മൈൻഡ് ദ ബോഡി മൂവ്സ്. So if he understands that, if he is curious towards the body, if he is curious towards the mind, and if he is very observant towards human beings, I think he can learn a lot from life. Like illingly, okay, I will watch a film and learn. It's a very boring approach too, because somebody has watched a person and then became this person, and that's not the only. We're not copying also. We're just observing. Like even if the person is walking, there is so much that will tell. So much that will tell. Every time I always tell in my film, it is the hardest part of acting is walking as a character. Walking as a character, walking as a character, if you can crack that, the rest will find its place.